അങ്ങനെ സ്പ്രെഡ് ചെയ്ത് എത്രയോ ദൂരത്തേക്ക് പോയിരിക്കുന്നു ബ്ലഡൊക്കെ. കുട്ടികളുടെ മുഖത്തിൽ എല്ലാം ശരീരത്തിലൊക്കെ ആയിരുന്നു, അവരുടെ വസ്ത്രത്തിലൊക്കെ ആയിരുന്നു. ക്ലാസ് മുറിയിൽ മുഴുവൻ ഇങ്ങനെ തളം കെട്ടി നിൽക്കുക. ടി പി ചന്ദ്രശേഖരൻ്റെ 54 വെട്ടയും ഈ ജയകൃഷ്ണൻ്റെ കേസിൽ 54 കൂടുതലുണ്ട്, 58. ദാറ്റ് പർട്ടിക്കുലർ റൂം വാസ് ക്ലോസ്ഡ്. ആ റൂം, ക്ലാസ് റൂം പൂട്ടിയിട്ടായിരുന്നു എത്രയോ കാലത്തേക്ക്. കണ്ണൂർഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈ ഫയൽ കയ്യിൽ വന്നപ്പോ അതിന്റെ ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്, കൊല്ലപ്പെട്ട് കിടക്കുന്ന ഈ ചിത്രങ്ങൾ എടുക്കുമ്പോൾ പോലീസ് ഫോട്ടോഗ്രാഫറും എന്റെ ഫോട്ടോഗ്രാഫറും ഒരുമിച്ച് ആ ചിത്രങ്ങൾ പകർത്തുന്നത്. എന്റെ ഫോട്ടോഗ്രാഫർ എസ് കെ മോഹനാണ്, പോലീസ് ഫോട്ടോഗ്രാഫർ അവർ കൊണ്ടുവന്ന ഫോട്ടോഗ്രാഫർ. ആ ചിത്രങ്ങൾ ഇന്നും എന്റെ മനസ്സിലുണ്ട്. താങ്കളുടെ മുന്നിലേക്ക് ആ ഫയൽ വരുമ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? അതെ, അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാകുന്നത് വെച്ചാൽ ഏതായാലും ഒരു ക്രൂരമായ കൊലപാതകം നടന്നിരിക്കുന്നത്. ടി പി ചന്ദ്രശേഖരൻ്റെ 54 വെട്ടയും ഈ ജയകൃഷ്ണൻ്റെ കേസിൽ 54 കൂടുതലുണ്ട്, 58 എന്നാണ് എൻ്റെ ഓർമ്മ ഏകദേശം. പക്ഷേ കിടക്കുന്ന ചിത്രം എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. നല്ല ആരോഗ്യവാനായിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, അദ്ദേഹം ചെറുപ്പക്കാരനായിരുന്നു. ഈ നമ്മള് ഈ ഫയല് കയ്യിലെത്തിയ ഫസ്റ്റ് നിങ്ങൾ കൊലപാതകം നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിന്റെ ഒരു ഓർമ്മ എങ്ങനെയാണ്? പോസ്റ്റ്മോർട്ടം ആ സർട്ടിഫിക്കറ്റ് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ അത് ഒരു തുളച്ച് കയറുന്ന അനുഭവമാണ്. കാരണം ഒരു പച്ച മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തുന്നതാണ്. ആ വെട്ടൽ കാണുമ്പോഴും അതിൻ്റെ ആ ലെങ്ത്ത് ഇതൊക്കെ കാണുമ്പോൾ അതിൻ്റെ ആഴങ്ങൾ കാണുമ്പോൾ എത്രമാത്രം മനുഷ്യൻ ആ വേദന അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള ആ വികാരമുണ്ടല്ലോ, അത് ഏതൊരു മനുഷ്യനും തോന്നും. ഈ വെട്ടുകളുടെ സ്വഭാവം ഇവിടുത്തെ ഈ ക്രിമിനൽ സംഘങ്ങൾക്കൊക്കെ അവരുടെ കൊലപാതകങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. വെട്ടിയിട്ട് മണ്ണ് വാരിയിടുന്നവരുണ്ട്, വെട്ടി മരണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, പിന്നെ ആയുധങ്ങളിൽ പോയിസൺ വെച്ച് കുത്തുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഓപ്പറേഷൻസും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കൊലപാതകത്തിലെ അതിന്റെ സ്വഭാവം എങ്ങനെയാണ്? ആയുധങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടത്? എല്ലാം വളരെ ഷാർപ്പായിട്ടുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആയുധങ്ങൾ ഈ കുട്ടികൾ തിരിച്ചറിയുന്നുണ്ടോ? എല്ലാം തിരിച്ചറിയുന്നുണ്ട്. വടിവാൾ തന്നെ കാര്യമായിട്ടുള്ളത്. വടിവാളുണ്ട്, പിന്നെ കഠാരകളുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ നല്ല ഡീപ്പായിട്ടുള്ള ഇഞ്ചുറീസാണ് മുഴുവനും, വളരെ ഡീപ്പായിട്ടുള്ള ഇഞ്ചുറീസ്. അപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ ഒരു ഹൊറർ സ്റ്റോറി വായിക്കുന്ന വരെ നമുക്ക് തോന്നും. ഇത് നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും അതിൻ്റെ അകത്തുള്ള വിറ്റ്നസിൻ്റെ ഈ സംസാരവും അവരെ സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ചോദിക്കുന്നത് എന്തോ ഒരു ഇതുണ്ടാവില്ല. രാത്രിയൊക്കെ ഇരുന്നിട്ട് ചില സ്റ്റോറീസ് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് ഇല്ലേ, ഒരു ഭീകരത മനസ്സിൽ എന്തായാലും ഉണ്ടായിരുന്നു. തീർച്ചയായും കണ്ടെടുക്കുന്നത് എവിടുന്നാന്നുള്ള അന്നത്തെ ഓർമ്മയിൽ ആയുധങ്ങൾ കണ്ടെത്തിയത് അത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഈ കുട്ടികൾ രക്തം പുരണ്ട ആയുധങ്ങളാണല്ലോ കണ്ടത്. അതിന്റെ ഫോറൻസിക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് എല്ലാം. അതായത് ഓരോരുത്തരുടെയും ഇന്ന് പിന്നെ ഇദ്ദേഹത്തിന്റെ എക്സാമ്പിൾ എടുത്തിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ തന്നെയാണ്. വസ്ത്രങ്ങൾ, കാര്യങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാർക്കറ്റിലായിരുന്നു. ഈ ചെറിയ മക്കളെ ഈ ആയുധമൊക്കെ കാണിച്ചിട്ട് ഈ ആയുധങ്ങൾ തിരിച്ചറിയുമ്പോൾ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കുട്ടികൾ. അവരെ ആ മുഖഭാവം കാണുമ്പോൾ തന്നെ ആ ക്ലാസ്സിൽ നടന്നിരിക്കുന്ന ആ ഞെട്ടൽ അവർ ആ മുഖത്ത് വളരെ പ്രകടമായി. അത് കൃത്യമായി എനിക്കത് ഓർമ്മയില്ല എങ്ങനെയാ ചെയ്തതെന്നുള്ളത്. മുഖം മൂടി ധരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. രൂപം കണ്ട് ഏകദേശം അവർക്ക് ഈ മുഖം മൂടി ധരിച്ചു എന്ന് പറയുമ്പോൾ മുഖം ശരിക്കും അവർക്ക് വ്യക്തമായിട്ടില്ല എന്നാണ് അവർ മുഖം മൂടി ഇല്ലെന്നാണ് എൻ്റെ തോന്നുന്നത്. കാരണം കുട്ടികളെല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ ആവുമ്പോൾ അവരെ വിസ്തരിച്ച് ഈ കേസ് ഒരു നല്ല രീതിയിലുള്ള പരിസമാപ്തി എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. കാരണം ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ നമ്മളെ ഏൽപ്പിച്ച പണി വൃത്തിയായി ചെയ്യുക എന്നുള്ളതാണ്. കർമ്മണ്യേ വാധികാരസ്തേന ഫലേഷു കലാചന
എന്ന് പറയുന്ന മാതിരി, അതായത് നമ്മൾ ചെയ്യുന്ന ജോലി, ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യുക, അതിൻ്റെ റിസൾട്ട് എന്തായിക്കോട്ടെ അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. വി ഡു അവർ ഡ്യൂട്ടി, ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ആ ഫയൽ എടുത്തത്. എടുത്തു. ആദ്യത്തെ സാക്ഷി വിസ്തരിച്ചപ്പോൾ തന്നെ യു വാസ് ഹോസ്റ്റൈൽ. അദ്ദേഹത്തിന് ഒരു അധ്യാപകനാണ്. അപ്പോൾ കണ്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് വേണം നമുക്ക് FIR വേണം. നമുക്ക് കേസിൽ FIR ഉണ്ടായാലല്ലേ ഒരു കേസിൻ്റെ തുടക്കം ആരംഭിക്കുള്ളൂ. FIR മാത്രം മാർക്ക് ചെയ്തു. കൂറുമാറി. അപ്പോൾ പിന്നെ എനിക്ക് ക്രോസ് ചെയ്യാണ്ട് നിവൃത്തിയില്ല, ക്രോസ് ചെയ്തു. ഒന്നാം സാക്ഷിയെ ക്രോസും ചെയ്തു. മാറേണ്ടി വന്നു. കാരണം അതിൻ്റെ അകത്തുള്ള മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമല്ല, അതുകൊണ്ടാണ് അങ്ങനെ മാറേണ്ടി വന്നു. അങ്ങനെ ആ ഒരു സാക്ഷിയെ വിസ്തരിച്ച് അവിടെ നിർത്തി. പിന്നീട് വരുന്നത് ക്രോസിൽ അല്പാൽപ്പം ചെറിയൊരു ഒരു അനുകൂലമായിട്ടുള്ള ചില നിലകളിൽ ക്രോസിൽ വരുത്തി, ചുരുക്കത്തിൽ അത്രയേ ഉള്ളൂ. കണ്ടില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ അത് കേൾക്കുന്ന പ്രേക്ഷകരായിരിക്കും. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പറയുന്നതാണ് ഒരു പ്രധാനപ്പെട്ട രേഖയാണ്. അതിനകത്തെ സാക്ഷി അങ്ങനെ ഒരു സംഭവം കണ്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കുന്ന അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ക്രോസിൽ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പോകുന്നത് കണ്ടോ, ആ വഴിക്ക് വരുന്നത് കണ്ടോ, എത്ര പേർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ആ കാര്യങ്ങളിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതൊക്കെ ചോദിച്ചു വരുത്തി. ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, 3-4 പേരുണ്ടായിരുന്നു, അവരുടെ കൈമേൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അതൊക്കെ പറയും. സംഭവം കണ്ടിട്ടില്ല, എങ്ങനെ കൃത്യമായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരു ചെറിയൊരു നിഴൽ പോലെ കിട്ടിയത് കൊണ്ട് തൽക്കാലം അവിടെ വെച്ച് നിർത്തി. പ്രഖ്യാപിക്കാതെ നിവൃത്തിയില്ല നമുക്ക്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസ്. അങ്ങനെയാണ്. അടുത്തത് പിന്നെ വരുന്നത് കാര്യമായ സാക്ഷികൾ വിദ്യാർത്ഥികളാണ്. എൻ്റെ മിക്കവരും പെൺകുട്ടികളാണ് എല്ലാം. ഇപ്പം 6ാം ക്ലാസ് 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണല്ലോ. അതെ. അപ്പോൾ ഈ കുട്ടികൾ വേണം ഈ കേസിനെ ഒന്ന് വ്യക്തമായിട്ട് സാക്ഷി പറഞ്ഞ് ഇതിൽ എന്തെങ്കിലും ഒരു ഗുണപ്രദമായി തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ആകെയുള്ള വിറ്റ്നസ് എനിക്ക് ഓർമ്മയുള്ളത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 151 വിറ്റ്നസ്സാണ് ടോട്ടലുള്ളത്. അതിൽ മെജോറിറ്റി ഓഫ് ദം വെയർ സ്റ്റുഡൻസ്. അത്രയും ഉണ്ട്. അതെ. അങ്ങനെ കുട്ടികളെ എല്ലാവരും വരുത്താൻ വേണ്ടി തുടങ്ങിയ ഒരു 5, 10, 15 കുട്ടികളാ വീതം റെസ്റ്റ് ഹൗസ്, PP ഓഫീസ്, കുറേ പേര് ഇവിടെ, അങ്ങനെ ചില ഞായറാഴ്ചകളിൽ ഇങ്ങനെ വരുത്താൻ വേണ്ടി തുടങ്ങി. എല്ലാവരും അന്ന് നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 പോലീസുകാരെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു, ക്രൈം ബ്രാഞ്ചിൻ്റെ. അവർ വലിയ ഹെൽപ്പ് ചെയ്തു നമുക്ക്. അപ്പം ഞാൻ ഇങ്ങനെ പറയും, ഇങ്ങനെ നിങ്ങൾ ഇന്ന കുട്ടികളോ ഇത്ര കുട്ടികളോ എല്ലാവരും ഇവിടെ ഹാജരാക്കുക ഓരോ സൺഡേയും. PP ഓഫീസിൽ ചിലപ്പോൾ സൺഡേ ചിലപ്പോൾ വരാൻ സാധ്യതയില്ലെങ്കിൽ ഞാൻ റെസ്റ്റ് ഹൗസിലാക്കും, പിന്നെ മിക്കപ്പോഴും ഇവിടെയാക്കും. അങ്ങനെ കുട്ടികളിങ്ങനെ 10, 15 കുട്ടികളിങ്ങനെ കുറേ വരുത്തി ചോദിക്കുകയാണ്, മക്കൾ കണ്ടിരുന്നു എന്താണ് ഇതെന്ന്. കാരണം വാസ്തവം നമുക്ക് മനസ്സിലാവണല്ലോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഏകദേശം എനിക്ക് മനസ്സിലായി, ഇതിൽ ഒരു 4, 5, 6 കുട്ടികളെ വിസ്തരിച്ചാൽ തന്നെ പിന്നെ നമുക്ക് ഏകദേശം ഈ പ്രോസിക്യൂഷൻ ആവശ്യമായിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക് എത്തും എന്നുള്ള തോന്നലുണ്ട്, തെളിവുകൾ കിട്ടും എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ 15-20 ആൾക്കാരെ വന്നാൽ ഞാനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ എങ്ങനെയാണെന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് കോടതിയിൽ കയറിയിട്ട് പറയേണ്ട കുട്ടികളാണല്ലോ. ആ കൂട്ടിൽ കയറിയാലും വല്ലാത്തൊരു സത്യമുള്ള സ്ഥലമാണ്. അവിടെ കുട്ടികൾ കൃത്യമായി സത്യമായി പറഞ്ഞാൽ മാത്രമേ കോടതിക്ക് ബോധ്യമാവുള്ളൂ. നമ്മൾ മറ്റെന്തെല്ലാം പറഞ്ഞു കൊടുത്താലും അത് ശരിയാവില്ല, പഠിപ്പിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറേ കുട്ടികളുടെ ചോദ്യം ചെയ്തപ്പോൾ ഈ ഒരു രീതിയിൽ എനിക്ക് മനസ്സിലായത്, ഈ ഒരു 10, 100, 110 കുട്ടികളുള്ളതിൽ ഒരു 20 കുട്ടികളെ ഞാൻ സെലക്ട് ചെയ്തു. ഒരു രൂപം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ 20 ആളെ സെലക്ട് ചെയ്തത്. ബാക്കി എല്ലാവരും ഒഴിവാക്കി. ഇവരൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ
ആദ്യത്തെ ഫസ്റ്റ് വിറ്റ്നസ്സിനെ വിസ്തരിച്ച് ഹോസ്റ്റലിലാക്കി ക്രോസ് ചെയ്തതിന് ശേഷം ജനാർദ്ദൻ കുറുപ്പാണ് അന്ന് പിന്നെ ഡിഫൻസിന് വേണ്ടി ഹാജരായിരുന്നു. അദ്ദേഹം പറഞ്ഞു എന്ത് കേസാവുള്ളൂ, ഇതിൻ്റെ അകത്തൊരു കേസുമില്ല, പ്രോസിക്യൂട്ടറിന് ആരെയും വിസ്തരിക്കുന്നില്ല. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് വിറ്റ്നസ്സിനെ വിസ്തരിച്ചിട്ട് പിന്നെ 3-4 ദിവസത്തേക്ക് 5 വിറ്റ്നസ്സിനെ ഇങ്ങനെ വരുത്തും. എല്ലാത്തിനും ഗിവണപ്പ് ചെയ്തു. എല്ലാത്തിനും കൂട്ടി കയറ്റാത്ത തന്നെ കേസ് വിളിക്കും, 5 ആളെ പേര് വിളിക്കും, അല്ലെങ്കിൽ 5-8 ആൾക്കാരുടെ പേര് വിളിക്കും. വിറ്റ്നസ് എല്ലാം ഉണ്ടല്ലോ, 5-10 ആൾക്കാരുണ്ടാവും. അവരെങ്ങനെ കയറി നിൽക്കും. അപ്പം കോടതി പറയും നിങ്ങൾ ഏത് വിറ്റ്നസ്സിനെ വിസ്തരിക്കും ചോദിച്ചു. അപ്പോൾ പ്രോസിക്യൂട്ടർ പറയും, ഞാനെന്നേരം പറയും ഒരാളും ഇന്ന് വിസ്തരിക്കുന്നില്ല, ഓൾ ദ വിറ്റ്നസസ് ഗിവൺ അപ്പ്. അതായത് അന്നത്തെ വിറ്റ്നസ് എത്രയോ 5-10 ആൾക്കാരുണ്ടെങ്കിൽ ഓൾ ദ വിറ്റ്നസസ് വർ ഗിവൺ അപ്പ് ബൈ ദ പ്രോസിക്യൂഷൻ. ഒരു രക്ഷയില്ല. അങ്ങനെ പോകുന്നതുകൊണ്ടെന്ന് വെച്ചാൽ ഈ കുട്ടികൾ ക്രോസ് ചെയ്യുമ്പോൾ പല തരത്തിലും പറയും, കണ്ടു കണ്ടില്ല. കോൺട്രഡിക്ഷൻസ് വിൽ ബി ഒരുപാടെണ്ണം വന്നു. കോൺട്രഡിക്ഷൻസ് കൂടുതൽ വന്നു പോയാൽ പിന്നെ കോടതിക്ക് ഈ വിറ്റ്നസ്സിന് ഒരു ശരിക്കുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള വിറ്റ്നസ് ആണെന്ന് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഈ കുട്ടികളെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മക്കളുടെ ഒരു മനോനില എന്തായിരുന്നു? ഇത് നേരിട്ട് കണ്ടതാണ്. അവർ വളരെ സങ്കടത്തോടു കൂടിയാന്ന് പറയുന്നതൊക്കെ. എൻ്റെ മുമ്പിൽ നിന്ന് സംസാരിച്ചത് തന്നെ വളരെ സങ്കടത്തോടു കൂടിയാണ്. അല്ല, അവർ പറഞ്ഞത് ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എല്ലാവരും അങ്ങനെ ഒരേപോലെയല്ല പറയുന്നത്. യഥാർത്ഥത്തിൽ അന്ന് കോടതിയിൽ വിസ്തരിച്ച കുട്ടികൾ കൃത്യമായിട്ട് എന്നോട് ഇവിടെ നിന്ന് പറഞ്ഞത് തന്നെ കോടതിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റു കുട്ടികളൊന്നും എനിക്ക് അത്ര ഒരു കുട്ടികൾ കുറേയൊക്കെ ഭയന്ന് പോയിരുന്നു. പക്ഷേ ആ ഭയന്ന് പോയിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കോടതിയിലെ കേസിൽ എല്ലാം ഭയന്നു പോയിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ കോടതിയിൽ കേസ് എടുക്കൂല. അതെല്ലാം കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഈ ചെറിയ കുട്ടികളല്ലേ, അപ്പോഴേ എത്രമാത്രം കൗൺസിലിംഗ് കൊടുത്താലും അവരെ ആ ഒരു രൂപവും ഭാവവും ഒക്കെ മനസ്സിലിങ്ങനെ എന്തായാലും തെളിഞ്ഞു വരുമല്ലോ. അതാണ്. അപ്പോൾ ഒരു വളരെ എമിനൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് വക്കീൽ വന്ന് ക്രോസ് ചെയ്യുമ്പോൾ കുട്ടികൾ പല വിധത്തിലും പറഞ്ഞു പോയാൽ അവർ കേസ് വിൽ ഫോൾ. പ്രോസിക്യൂഷൻ എന്തായാലും പോകുന്നേരം പിന്നെ. അപ്പോൾ അത് ഞാനായിട്ട് അവസാനം ഞാൻ തീരുമാനിച്ചു, ഈ 10, 15, 20 പേരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ 4-5 വിറ്റ്നസ്സിനെ മാത്രം വിസ്തരിക്കുക. അപ്പം 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം അന്ന് ജഡ്ജിയോട് പറഞ്ഞല്ലോ, ഐ കനോട്ട് എക്സാമിൻ ദ വിറ്റ്നസ് ഫോർ ദ ഡിഫൻസ് ബട്ട് ഓൺലി ഐ ക്യാൻ എക്സാമിൻ ദ വിറ്റ്നസ് ഫോർ ദ പ്രോസിക്യൂഷൻ. അപ്പം അങ്ങനെ 4ാമത്തെ ദിവസം ഒരു കുട്ടി വിസ്തരിച്ചു. അത് കുറച്ച് നല്ല വൃത്തിയിൽ പറഞ്ഞു.